നമസ്കാരം. 24 ലൈവ് ഇലക്ഷൻ ഡിബേറ്റ്. ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. നമുക്കറിയാവുന്നതുപോലെ ആറ്റിങ്ങലിന്റെ ഒരു ചരിത്രം എന്നത് പോരാട്ടത്തിന്റെ ചരിത്രമാണ്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും പ്രസ്റ്റീജിയസ് മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന തരത്തിലേക്ക് കണക്കാക്കപ്പെടുന്ന വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇവിടെ മത്സരത്തിനെത്തുന്നത് സിറ്റിംഗ് MP അടൂർ പ്രകാശ്, ഒപ്പം തന്നെ MLA അഡ്വക്കേറ്റ് വി ജോയ്, ഇനി കേന്ദ്രമന്ത്രി കൂടിയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപക്ഷെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ട വേദി കൂടിയായി ഇക്കുറി ആറ്റിങ്ങൽ മാറുമ്പോൾ ഇവിടെ എന്താണ് വിവിധ മുന്നണികളുടെ പ്രതീക്ഷകൾ, ഇവിടുത്തെ വോട്ടേഴ്സിന് എന്താണ് പറയാനുള്ളത്, നമ്മൾ തത്സമയം പരിശോധിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും. ഇവിടെ രാഷ്ട്രീയം പറയാം. ഞാൻ പാനലിസ്റ്റുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിൽ പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത 3 പേരാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീ എ സമ്പത്ത്, ആറ്റിങ്ങലിൻ്റെ സ്വന്തം MP ആയി തുടർച്ചയായി പാർലമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്ന ശ്രീ എ സമ്പത്ത്, സ്വാഗതം സർ. ശ്രീ എ ശബരിനാഥനാണ്, മുൻ MLA ആണ് കെ ശബരിനാഥൻ. അദ്ദേഹം ഇവിടെ ഏറെ പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനും പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ബാലമുരളി, BJPയുടെ നേതാവ്, BJPയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. 3 പേർക്കും സ്വാഗതം. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ പ്രബുദ്ധരായ വോട്ടർമാരുണ്ട്. തത്സമയം ഈ സംവാദം കാണുന്ന ഒട്ടേറെ പ്രേക്ഷകരുമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഈ എൻ്റെ ആദ്യ ചോദ്യം ശ്രീ എ സമ്പത്തിനോടാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം ഒരു ഇടത് കോട്ട എന്ന തരത്തിലേക്ക് തന്നെ പേരെടുത്തിട്ടുള്ള ആറ്റിങ്ങൽ, പക്ഷേ അവിടെ താങ്കൾക്ക് അടി തെറ്റുമ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഷോക്കായിരുന്നു. ഇപ്പോൾ ഇക്കുറി അതിനിപ്പോൾ പല കാരണങ്ങൾ വിലയിരുത്തപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു UDF തരംഗം എന്നുള്ളതും ഒരു കാരണമായി തന്നെ അവിടെ വരുന്നുണ്ട്. ഇക്കുറി പക്ഷേ ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സിറ്റിംഗ് MP മത്സരിക്കുന്നു, MLA മത്സരിക്കുന്നു, ഇനി ഒരു കേന്ദ്രമന്ത്രി കൂടി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? മത്സരം കടുക്കുന്നുണ്ടോ ശ്രീ എ സമ്പത്ത്? ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ്. ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രത്തിൻ്റെ ആ ഭരണഘടനാ സത്ത നിലനിൽക്കണം, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, ഈ രാഷ്ട്രം നിലനിൽക്കണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ രാഷ്ട്രം നിലനിൽക്കുന്നുവെങ്കിൽ നമ്മളാരും മരിക്കുന്നില്ല എന്നും, ഈ രാഷ്ട്രം മരിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മളാരും ജീവിച്ചിരിക്കുന്നില്ല എന്നും. ഈ രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കണം, ഫെഡറൽ സത്ത സംരക്ഷിക്കണം. ഈ രാഷ്ട്രം മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച ആശയങ്ങളുടെ നാടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഇവിടെ ഞങ്ങൾ 3 പേര് നിൽക്കുമ്പോഴും ഇവരെല്ലാവരും ഉള്ളപ്പോഴും ഞങ്ങൾക്കെല്ലാം ഉള്ളൊരു പ്രത്യേകത എന്നുള്ളത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സാമ്രാജ്യത്വ വിരുദ്ധ കലാപം, ജനകീയ കലാപം നടന്ന മണ്ണ് ആറ്റിങ്ങൽ. ഞാൻ പോരാട്ടം എന്ന് തുടക്കത്തിൽ അതെ, ഇന്ന് വിഷുദിനമാണ്. 1721 വിഷുദിനം, അത് ഏപ്രിൽ 13 അന്ന് ആരംഭിച്ച ജനകീയ കലാപം അത് മാസങ്ങളോളം നീണ്ടു നിന്നു. കമ്പനി പട്ടാളത്തിന് മാത്രമായി അടിച്ചമർത്താൻ കഴിഞ്ഞില്ല. ഈ നാടിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നമ്മൾ നിൽക്കുന്നത് വർക്കലയിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി സ്ഥലം കൂടിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ജാതി ചോദിക്കരുത്, അത് ചിന്തിക്കരുത്, പറയരുത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകന്മാരുടെ പ്രഥമ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. ഇവിടെ ഈ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് ജാപ്പനീസ് ചാരൻ എന്ന് ആരോപിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വക്കം ഖാദറിൻ്റെ, അനശ്വര രക്തസാക്ഷി, ഈ തെക്കേ ഇന്ത്യയുടെ ഭഗത് സിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വക്കം ഖാദറിൻ്റെ നാടാണ്. തീരുന്നില്ല, ഇന്ത്യയുടെ പാർലമെന്റിന് നാം സംഭാവന ചെയ്ത അതുല്യ പ്രതിഭാശാലിയായ വർക്കല രാധാകൃഷ്ണന്റെ നാടാണ്. അത് മാത്രമല്ല മജീദ് സാറിൻ്റെ നാടാണ്. ഈ നാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നാം അത് നിലനിർത്തണം, സംരക്ഷിക്കണം. ഇവിടെ ഇന്ത്യയിൽ നിന്ന് അധികാരത്തിലുള്ള BJP വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് അവർ പ്രചരിപ്പിക്കാനായി ആഗ്രഹിക്കുന്നത്. വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്, വംശീയതയുടെ രാഷ്ട്രീയമാണ്. അത് തെറ്റാണ്, അത് ചെറുക്കപ്പെടേണ്ടതാണ്. കേരളം ഒരു മാതൃകയാണ്. ആ മാതൃക നാം നിലനിർത്തണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇന്ത്യക്ക് മാതൃകയായി നാം ഉയർത്തിപ്പിടിക്കണം. ഇവിടെ അഡ്വക്കേറ്റ് വി ജോയ് ചുറ്റികാരുവാൾ നക്ഷത്രമടയാളം, ഒരു സംശയവും. അല്ല, അപ്പോൾ ഏറ്റവും പ്രധാനമായി ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പല വിഷയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ ഉയർന്നു വരുമല്ലോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ രാജ്യത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ BJP കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിഷയം തന്നെയാണ്, അതിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് മണ്ഡലത്തിലേക്ക് നമ്മൾ ഒന്ന് കേന്ദ്രീകരിച്ചാൽ എങ്ങനെയാണ്? ഈ ലോകത്തിൽ നമ്മളാരും അന്യരല്ല. ഇത് ഇന്നലത്തെ ദേശാഭിമാനി ദിനപത്രമാണ്. ഈ റഹീമിൻ്റെ ജീവൻ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി മലയാളികൾ ചെറുതും വലുതുമായി കൈയച്ചു നൽകിയത് 34 കോടി രൂപയാണ്. 34 കോടി രൂപ.
അറിയണം, ഇത് മലയാളക്കരയുടെ പ്രത്യേകതയാണ്. ഉത്തരേന്ത്യക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ല. ഇന്ന് ഞാൻ ബാലമുരളിയോട് എല്ലാ സ്നേഹബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ചില നേതാക്കളെല്ലാം അവരുടെ പ്രസ്താവനകളെന്ന് വന്നിട്ടുണ്ട്. വംശീയതയുടെ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ പ്രസ്താവനകളാണ്. മനുഷ്യജീവനെ സംരക്ഷിക്കുന്നതിന് കേരളീയർ അത്തരത്തിൽ കൈകോർത്ത് പിടിക്കുമ്പോൾ, ഒരുമിച്ച് നിൽക്കുമ്പോൾ, സഖാവ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞല്ലോ, വർഗീയതയ്ക്ക് തകർക്കാനാകാത്ത സാഹോദര്യത്തിൻ്റെ കോട്ടയാണ് കേരളം എന്നതിൻ്റെ അടിയുറച്ച പ്രഖ്യാപനമാണിത് എന്നുള്ളത്. ഇവിടെ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യത്വമാണ് നിലനിർത്തേണ്ടത്. ശരി, അപ്പോൾ ശ്രീ കെ എസ് ശബരിനാഥൻ, ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. സിറ്റിംഗ് MP കഴിഞ്ഞ തവണ അദ്ദേഹം ഈ മണ്ഡലത്തിന് ഏറെക്കുറെ അപരിചിതനായിരുന്നു. അന്ന് കോന്നിയിൽ നിന്ന് നിയമസഭാംഗം എന്ന തരത്തിലേക്ക് വരുമ്പോൾ പക്ഷേ വലിയ ഭൂരിപക്ഷം, ഒരു 60,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചു പോവുകയാണ്. അതിന് ശരി. അപ്പോൾ അങ്ങനെ ഒരു ഭൂരിപക്ഷം, ഒരുപക്ഷെ അത് UDF പ്രതീക്ഷിച്ചിരുന്നതാണോ എന്ന് ചോദിച്ചാൽ ഇനി ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നതാണോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. എന്നാൽ അതിൽ പല കാരണങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ അദ്ദേഹം ഈ മണ്ഡലത്തിൽ എത്രത്തോളം സുപരിചിതനാണ് എന്ന ചോദ്യം, അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാണാനുണ്ടോ എന്ന ചോദ്യം, അദ്ദേഹം വികസനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ കാലയളവിൽ നിങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാകാമെന്ന്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പോരാട്ടത്തെ ഇപ്പോൾ നേരിടുന്നത്? ഇനി ഏതാണ്ട് 12 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. തീർച്ചയായിട്ടും ആദ്യമേ ഇതൊരു വിഷുദിനമാണ്. എല്ലാവർക്കും വിഷുദിനാശംസകൾ നേരുകയാണ്. വർക്കലയിൽ ക്ലിഫിൽ നിന്ന് ഒരുപക്ഷെ ഈ ഒരു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നേരത്തെ സമ്പത്ത് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി പ്രത്യേകതകളുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി കരയും കായലും എന്താ പറയുക, ആദിവാസി മേഖലകളും വലിയ എസ്റ്റേറ്റുകളൊക്കെ അടങ്ങുന്ന ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഭൂപ്രകൃതിയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ, അതുകൊണ്ട് അനന്തമായിട്ടുള്ള പ്രശ്നങ്ങളും അതിനേക്കാൾ കൂടുതൽ അറബിക്കടലുണ്ട്, സഹ്യനുണ്ട്, നമ്മുടെ പശ്ചിമഘട്ടമുണ്ട്, നമ്മുടെ അഗസ്ത്യവനമുണ്ട്, എല്ലാം ഉള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. അപ്പോൾ അത് അനന്തധികം സാധ്യതകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ ലോക്സഭാ ഇലക്ഷനിൽ കൃത്യമായിട്ടുള്ളൊരു മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെയും പ്രവർത്തനത്തിലൂടെയും മറ്റ് പല കാര്യങ്ങളും, വികസനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരു ഏകദേശം 38,000 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷത്തിൽ ശ്രീ അടൂർ പ്രകാശ് വിജയിച്ചത്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഇവിടുത്തെ ഒരുപക്ഷെ രാഷ്ട്രീയ സ്ഥിതികൾ കൊണ്ടും അതോടൊപ്പം ഇപ്പോഴുള്ള പ്രത്യേക രാഷ്ട്രീയ സ്ഥിതി, നേരത്തെ സമ്പത്ത് പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര സർക്കാരിനോടുള്ള വലിയൊരു വെറുപ്പ് സാധാരണക്കാരുടെ ആളുകൾക്കുണ്ട്. കാരണം വികസനമില്ലാതെ ആളുകളുടെ തൊഴിലില്ലായ്മ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ അസമത്വം ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ, അതിനോടൊപ്പം അതിനോട് അഡീഷണൽ ആയിട്ട് 2 പോയിന്റ് ഉണ്ട്. കേന്ദ്രത്തിനോട് എതിർപ്പുള്ളത് പോലെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പ് കേരള സർക്കാരിനെതിരെയുണ്ട്. ഇവിടെ പെൻഷൻ നൽകാത്ത, ഇവിടെ ഫണ്ട് നൽകാത്ത, ഇവിടെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കിയ, ഇവിടെ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയ, ഇവിടെ ഇന്ന് റോഡിനോ വീടിനോ ലൈഫ് പദ്ധതിക്കോ പോലും വീട് കൊടുക്കാൻ കഴിയാത്ത, അതേപോലെ തന്നെ അദ്ദേഹം ഇന്ന് നല്ല കാര്യമാണ്, ദേശാഭിമാനിയിൽ നമ്മൾ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി കേരളം ഒരുമിച്ചിരുന്നതിൻ്റെ ഫോട്ടോ കാണിച്ചു. അതേപോലെ തന്നെ മിനിയാന്നത്തെ ദേശാഭിമാനിയുടെ കീഴിലെ എല്ലാ പത്രങ്ങളിലും പാനൂരിൽ ഒരു ഡിവൈഎഫ്ഐയുടെ യുവാവ് ബോംബുണ്ടാക്കിയവർ മരണപ്പെട്ട ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെതിരെയുള്ള വലിയ എതിർപ്പ് കേരള സർക്കാരിനെതിരെയുണ്ട്. അപ്പം കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിനുള്ള എതിർപ്പും തീർച്ചയായിട്ടും ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് കേരളം വിട്ടുള്ള CPM-കാർ അടക്കമുള്ള ആളുകളും പ്രതിപക്ഷവും ജനങ്ങളും വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് ശ്രീ അടൂർ പ്രകാശിന്റെ പെർഫോമൻസിൽ ഊന്നിക്കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു വിജയം ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക്. അതെ, അപ്പോൾ ശ്രീ ബാലമുരളി, അതാണ് ഇപ്പോൾ ഈ കേന്ദ്രത്തിനെതിരായ പോരാട്ടം എന്നുള്ളത് 2 കൂട്ടരും ഒരുപോലെ എടുത്തു പറയുകയാണ്. രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് 2 കൂട്ടരും. അതിൽ നിങ്ങളുടെ പ്രസക്തി എന്താണ് എന്ന് കരുതുന്നു? കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള അവസ്ഥയാണ് ഇവരിവിടെ സൂചിപ്പിച്ചത്. ആ 10 വർഷം കൊണ്ട്, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, അതിനു മുമ്പുള്ള 65 വർഷം നഷ്ടപ്പെടുത്തിയതെല്ലാം കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യം വീണ്ടെടുത്ത് കഴിഞ്ഞു. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാപനാശം മുതൽ പശ്ചിമഘട്ടം വരെ വ്യാപിച്ച് കിടക്കുന്ന ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനവും കൊണ്ടുവരുവാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം സാധിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയൊരു സത്യം നിലനിൽക്കുകയാണ്. അതിനു മുമ്പത്തെ കാര്യം നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. അതായത് സ്വാഭാവികമായിട്ടുണ്ടായ വികസനങ്ങൾ, ഇപ്പോൾ ഹൈവേ, ഇന്ത്യയിൽ ആകമാനം ഹൈവേ വികസനം ഉണ്ടായി. റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ത്യയിൽ ആകമാനം വികസിച്ചു, അവിടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായിട്ടുള്ള ഇങ്ങനെയുള്ള വികസനങ്ങളല്ലാതെ എടുത്തു പറയത്തക്ക ഒരു വികസനം പോലും ഈ ആറ്റിങ്ങൽ പാർലമെന്റിൽ കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ MP-മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഇപ്പോൾ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികളും മിടുക്കന്മാരാണ്. ആ സ്ഥാനാർത്ഥികൾ പോലും ആഗ്രഹിക്കുന്നില്ല അവർ വിജയിക്കണമെന്ന്. കാരണം അവർ വിജയിച്ചു കഴിഞ്ഞാലും കേന്ദ്രത്തിൽ പോയിട്ട് ഒന്നീ പാർലമെന്റിനകത്ത് കൂകി വിളിക്കാം, അല്ലെങ്കിൽ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ പോയിട്ട് സമരം ചെയ്യാം. ഇത് രണ്ടുമല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉത്തമ ഉറപ്പുള്ള അവർ 2 ആൾക്കാരും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. വി മുരളീധരൻ എന്നുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥി, വി മുരളീധരൻ അല്ല സ്ഥാനാർത്ഥി, നമ്മൾ ഓരോരുത്തരുമാണ് സ്ഥാനാർത്ഥി. ജയിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഒരാൾ ജയിച്ചു കയറുകയാണ്. പ്രധാനമന്ത്രിയോടൊപ്പം ചിന്തിക്കാൻ, പ്രധാനമന്ത്രിയോടൊപ്പം ഡൽഹിയിൽ ഏത് വകുപ്പിലും ഏത് രീതിയിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ശേഷിയും കഴിവും പരിജ്ഞാനവും ഭാഷാ പരിജ്ഞാനവും ഉള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറും. ആ രീതിയിൽ ഇപ്പോൾ ഇവരൊക്കെ അപവാദ പ്രചരണങ്ങൾ, ഈ കുപ്രചരണങ്ങൾ, വർഗീയമായിട്ടുള്ള എന്തെല്ലാം പറയുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം BJP കേന്ദ്രം ഭരിച്ചു. ഈ നാട്ടിൽ എവിടെയാണ് വർഗീയതകൾ ഉണ്ടായത്? ഒരു തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന തന്ത്രങ്ങൾ ഇനി ജനങ്ങളുടെ ഇടയിൽ വില പോകില്ല. ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വി മുരളീധരൻ എന്നുള്ള സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത്. അതായത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ വിജയിച്ചാൽ എന്തായാലും കേന്ദ്രമന്ത്രിയാകും. അതായത് ആറ്റിങ്ങൽ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളത് ഉറപ്പാണ്. കേന്ദ്രമന്ത്രി എന്ന് മാത്രമല്ല, ആറ്റിങ്ങൽ വികസനം കൊണ്ടുവരാൻ വി മുരളീധരനെ സാധിക്കും. ശരി, ഞാൻ ഇനിയിപ്പോ നമ്മുടെ വോട്ടർമാരിലേക്ക് പോവുകയാണ്. തങ്ങളുടെ ചോദ്യം ചോദിക്കാം. അപ്പോൾ ആരോടാണ് ചോദ്യം? ഓണാണ്, സംസാരിച്ചോളൂ. എനിക്ക് ആദ്യ ചോദ്യം ചോദിക്കേണ്ടത് ശ്രീ ബാലമുരളിയോടാണ്. 10 വർഷത്തിന് ശേഷം ഇന്ത്യ അങ്ങ് മാറിയെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ 15 ലക്ഷം ഈ രാജ്യത്ത് ഒരാളുടെ അക്കൗണ്ടിലേക്കും വന്നില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞു. 110 രൂപയായി പെട്രോളിന്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ GST കൊണ്ടുവന്നു. സംസ്ഥാനങ്ങളെ നടുവൊടിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന പണം നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഈ രാജ്യത്തെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ 10 വർഷത്തിന് ഇപ്പുറമുള്ള ഈ ഇന്ത്യക്ക് അകത്തുള്ള നിങ്ങളുടെ സംഭാവന എന്ന് പറയുന്നത്. എന്തെങ്കിലും ജനക്ഷേമകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്തോ എന്നുള്ളത് നിങ്ങളിവിടെ പറയണം. 2, മുരളീധരൻ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞു. 5 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം ഈ നാടിന് വേണ്ടി ചെയ്തോ എന്ന് ഒന്ന് തുറന്ന് പറയണം. അതാണ് എൻ്റെ ചോദ്യം. ഈ 5 വർഷക്കാലം മുരളീധരൻ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടി ഇന്ത്യയുടെ മന്ത്രി എന്നുള്ള നിലയിൽ, കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു എന്നുള്ളത് ഒന്ന് പറയണം. 2, ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ശ്രീ ശബരിനാഥിനോടാണ് ഉള്ള എൻ്റെ ചോദ്യം. ഈ 5 വർഷക്കാലം ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇതെൻ്റെ വാക്കല്ല. പ്രദേശത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ചോദിക്കുന്നു, ഇങ്ങനെ ഒരാളെ അറിയില്ല. അത് വേറെ ഒന്നും വേണ്ട. ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലത്തിലൊന്ന് വർക്കല. ഈ വർക്കല അസംബ്ലി മണ്ഡലത്തിനകത്തുള്ള പഞ്ചായത്തുകളുടെ പേര് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഒരു MP ഇങ്ങനെ ഒരു മണ്ഡലത്തെ ഈ രീതിയിൽ ആക്ഷേപിച്ചു എന്നതുകൂടി പറയണം. ശരി, അപ്പോൾ ആ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടി, അതിനുശേഷം ഞാൻ അടുത്ത വോട്ടർമാരിലേക്ക്. പെട്രോൾ ഡീസൽ വില ഇന്ന് നമ്മൾ ഈ ഭൂമിശാസ്ത്രപരമായി കേരളത്തിനകത്ത് കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട് മാഹിയിലെ ഇന്നത്തെ പെട്രോൾ വില 91 രൂപ 87 പൈസയാണ്. കേരളത്തിൽ 107 രൂപ. ഞാൻ പറഞ്ഞു വരികയാണ്, അതിലേക്കാണ് വരുന്നത്. ഇന്നത്തെ വില 107 രൂപ 35 പൈസയാണ് കേരളത്തിലെ പെട്രോളിന്റെ വില. ആദ്യം മാന്യമായിട്ട് ആ ടാക്സ് കുറച്ചതിന് ശേഷം കേരളത്തില് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിൽക്കുന്നതിനോടൊപ്പം വിലയിൽ പെട്രോളും ഡീസലും വിൽക്കാനായിട്ട് കേരള സർക്കാർ തയ്യാറാവുക. അതാണ് ആദ്യത്തെ കാര്യം. 10 വർഷം മുമ്പ് പറഞ്ഞതാണ് 50 രൂപയ്ക്ക്. ആ അന്നത്തെ മൂല്യം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 70 80 രൂപയുള്ളത് അന്നത്തെ 50 രൂപയ്ക്ക് തുല്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വി മുരളീധരനെ സംബന്ധിച്ച് കഴിഞ്ഞ 1 വർഷക്കാലം എല്ലാവർക്കും അറിയാം. കേരളയിൽ മഞ്ഞക്കുറ്റികൾ വീട്ടിന്റെ ഉള്ളിൽ കയറി കിടപ്പുമുറിയിൽ വരെ സ്ഥാപിച്ച് കരഞ്ഞ് തളർന്ന് ആൾക്കാർ ബുദ്ധിമുട്ടിയ സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ആകമാനമുള്ള കേരളയിൽ പദ്ധതി പ്രദേശങ്ങൾ മഞ്ഞക്കല്ല് കുറ്റികൾ അതെ അതാണ് വി മുരളീധരനെ കാണാനില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ 1 വർഷം മുമ്പ് വി മുരളീധരൻ ഈ കേരളിനെതിരെ
കേരളത്തിനെതിരെ മഞ്ഞക്കല്ല് സ്ഥാപിച്ച ആ കുറ്റികൾ സ്ഥാപിച്ചെടുത്ത ആശ്വാസമായി എത്തിയ ഒരേ ഒരു നേതാവ് വി മുരളീധരനാണ്. അതേപോലെ ശിവഗിരിയിലടക്കം ശിവഗിരി സർക്യൂട്ട് അടക്കമുള്ള വിവിധ പദ്ധതികൾ ചെമ്പഴന്തിയിൽ തുടങ്ങി ശിവഗിരി വർക്കലയിൽ സമാപിക്കുന്ന ശിവഗിരി സർക്യൂട്ട് അടക്കം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ വി മുരളീധരനാണ്, യാതൊരു സംശയവുമില്ല. കെ ശബരിനാഥൻ ഇപ്പോൾ നേരത്തെ അടൂർ പ്രകാശിനെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എവിടെയാണ് MLA എന്ന ചോദ്യം, അദ്ദേഹത്തിന് പഞ്ചായത്ത് പേര് MP എവിടെയാണ് എന്ന ചോദ്യം. ശരി, MP എവിടെയാണ് എന്ന ചോദ്യം, അദ്ദേഹത്തിന് പഞ്ചായത്തിന്റെ ഒക്കെ പേര് കൃത്യമായി അറിയാമോ എന്ന ചോദ്യം. ചേട്ടാ ഞാനത് പറയട്ടെ, ഞാനത് പറയേണ്ട ചേട്ടനെന്ന് പറയാം. ഇവിടെ ശ്രീ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ MP വളരെയധികം ജനകീയനായിട്ടുള്ള MP ആണെന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് മാത്രമല്ല ഈ ഭാഗത്ത് ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇവിടെ വളരെ സീനിയർ ആയിട്ടുള്ള ഞാൻ വളരെ സീനിയർ ആയിട്ട് ജനകീയത എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഏകദേശം 64 ആളുകൾ മരണപ്പെട്ട മുതലപ്പുഴി വിഷയം ആദ്യമായി പാർലമെന്റിൽ ഉന്നയിച്ച MP ശ്രീ അടൂർ പ്രകാശ് ഈ നാട്ടിലെ ആദിവാസി മേഖലയടക്കം ഈ നിയോജകമണ്ഡലത്തിലെ വർക്കല എല്ലാ വിഷയങ്ങളിലും വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിലുള്ള 52 പഞ്ചായത്തുകളുടെയും 3 മുനിസിപ്പാലിറ്റികളുടെയും എത്ര 55 സാർ 52 ആണോ? ഞാൻ 52 പറഞ്ഞു, 52 അപ്പൊ ഞാൻ 52 ആണ്. 3 മുനിസിപ്പാലിറ്റി ചുമ്മാ തോക്കി കയറി വെടിവെക്കാണ്. 7 നിയോജകമണ്ഡലം, 3 മുനിസിപ്പാലിറ്റി, 52 പഞ്ചായത്ത്. കഴിഞ്ഞ തവണ ജയിപ്പിച്ച ജനങ്ങൾ അതിലും നല്ല ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് വിജയിപ്പിക്കും. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട. എല്ലാ പ്രോഗ്രാമുകൾക്കും ലോക്സഭ ഇവിടെ ചെയ്ത വികസനത്തിന്റെ ബേസിസിൽ എന്തായാലും ഒരു കാര്യം പറയാം. എന്തായാലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് നടുകൂടിയേണ്ട അവസ്ഥ ആറ്റിങ്ങൽ ലോക്സഭയിലെ ആൾക്കാർക്ക് ഇല്ല എന്നുള്ളത് ഇപ്പോഴേ പറയാണ്. അത്തരം വികസനം കൊണ്ടുവരത്തില്ല. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്ന് നടുവൊടിഞ്ഞ് കടലിൽ പോകുന്ന വികസനം എന്തായാലും വരത്തില്ല. ഇവിടുന്ന് ഒരു ചോദ്യമുണ്ട്. ആരോടാ ചോദ്യം? നടുവൊടിയുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടുവൊടിഞ്ഞ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വികസനം കാണും. ചോദ്യം ആരോടാണ്? ബാലമുരളിയോട് 2 ചോദ്യവും സാറിനോട് സമ്പത്ത് സാറിനോട് ഒരു ചോദ്യവും. ഈ ബാലമുരളി സാറിന് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് കഴിഞ്ഞ 75 വർഷം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ 10 വർഷം കൊണ്ടാണ് അങ്ങ് ഇന്ത്യ ഇതുപോലെ ആക്കിയെന്നുള്ള ഒരു ധ്വനി പുള്ളിയുടെ ഇതെന്ന് വന്നു. മനുഷ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 30 കോടി ജനങ്ങളും 2.4 ലക്ഷം കോടി രൂപയുമാണ് നമ്മുടെ കയ്യിൽ. അവിടുന്ന് ഇന്ന് ഈ കാണുന്ന 269 കോടി അല്ല പറഞ്ഞത് 269 കോടി രൂപയാക്കിയത് മോഡിയാണോ? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 1951 ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ തുടങ്ങി, ഇവിടെ ഹരിത വിപ്ലവം, ഇവിടെ ധവള വിപ്ലവം, ഇവിടെ ബാങ്ക് നാഷണലൈസേഷൻ, ഇവിടെ IT റവല്യൂഷൻ, ഇവിടെയുള്ള ഈ ഹിരാക്കൂട്ട് ഫക്രാനങ്ങൾ വൈദ്യുത പ്രൊജക്റ്റുകൾ, ഇവിടെയുള്ള ഭിലായ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റുകൾ, ഇതൊക്കെയാണ് അടിസ്ഥാനം. ഇല്ലാതെ 10 വർഷം കൊണ്ട് ഇവിടെ മോഡി ഒന്നും ചെയ്തിട്ടല്ല ഈ ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കിയത് എന്ന്. അന്ന് മോഡി ജനിച്ചിട്ടില്ല, അന്ന് BJP ഒന്നും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടായിട്ടില്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ജനസംഘം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഇത് പറയുന്നത്. രണ്ടാമത് ഈ ചങ്ങാതി പറഞ്ഞു അന്ന് 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് 112 രൂപ, ഇപ്പൊ 3 രൂപ കുറച്ചിട്ടുണ്ട്. ഈ 112 രൂപയാക്കിയത് അന്നത്തെ 52 രൂപ ഇന്ന് 112 രൂപയ്ക്ക് തുല്യമെന്ന് അവർ തോൽവി സമ്മതിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിന്റെ വില, വിനിമയ മൂല്യം, $1 അന്ന് 54 രൂപയായിരുന്നത് ഇവിടെ ഇന്ന് $1 83.5 രൂപ. അന്ന് മോഡിജി ഈ മറ്റേ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മാധ്യമങ്ങളോട് ചോദിച്ചു, ഭായിയും ബഹനോം അഭി 55 रुपया है, ये किसका गलती? अതാണ് ചോദിക്കുന്നത്, किसका गलती? ഇന്ന് 83 രൂപയാണ്. 83 രൂപയാണ് ഡോളറിന്റെ വില. 83 രൂപ. അതുകൊണ്ടാണ് ഈ ചങ്ങാതി വിലക്കയറ്റം ഉണ്ടായതെന്ന് സമ്മതിക്കണം. 2 ഇവിടെ സമ്പത്സാറിനോട് ഈ 2 രൂപ ഈ മറ്റേ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന കണക്ക് ഇവരെല്ലാം കൂട്ടി അതിന്റെ വിഹിതം സംസ്ഥാന സർക്കാരിന് കിട്ടി. 2 രൂപ സെസ് കൊടുത്തതിന്റെ കാരണം പറഞ്ഞത് ഇവിടെ
സാധാരണക്കാരന് ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്നാണ്. എന്നിട്ട് എത്ര രൂപ നിങ്ങൾ കളക്ട് ചെയ്തു, എത്ര രൂപ പെൻഷൻ കൊടുത്തു? 8 മാസമായത്. ഇപ്പൊ 2 മാസം കൊണ്ട് കൊടുത്തിട്ട് മസലാമ പറഞ്ഞിരിക്കുകയാണ്, ഇനി 1 വർഷം കഴിഞ്ഞിട്ടേ തിരിച്ചു കാണും അവരെ. ശരി ശരി. അപ്പൊ ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം നേരത്തെ നമ്മൾ ഈ പെട്രോളിന്റെ കാര്യം പറഞ്ഞു, അത് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊന്ന്, ഈ മോദിയാണോ നിലവിലെ ഇന്ത്യയെ ഉണ്ടാക്കിയത്? ഈ 10 വർഷം കൊണ്ടാണോ ഇന്ത്യ ഉണ്ടായത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള മറുപടി അഴിമതിരഹിതമായ ഒരു ഭരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു പൈസയുടെ അഴിമതി നടത്തിയ ആൾക്കാരെ ജയിലിൽ അടച്ചുകൊണ്ടുള്ള ഏറ്റവും ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയാം. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? ആ ഇലക്ട്രൽ ബോണ്ട് പറയട്ടെ എംപിമാരെ ആനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിയിട്ടുള്ളത് DMK ആണ്. ഇവരെ മുന്നണിയിലുള്ള ഇന്ത്യ മുന്നണിയിലുള്ള DMK. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. BJP ആനുപാതികമായി നോക്കിക്കഴിഞ്ഞാൽ 21 കോടി അടക്കമുള്ള എമൗണ്ട് വാങ്ങിയിട്ടുള്ളൂ. സർക്കാർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട്. അതെ, ആനുപാതികമായി ഒരു എംപിയുടെ ആനുപാതികമായി നോക്കിക്കഴിഞ്ഞാൽ അതാണ്, അല്ലാതെ മൊത്തത്തിലുള്ള കണക്കല്ല. ആനുപാതികമായാണ് എംപിക്ക് ആനുപാതികമായി സംഭാവന വാങ്ങുകയാണെങ്കിൽ BJP വാങ്ങിയിട്ടുള്ളത് കുറവാണ്, BJPക്ക് കിട്ടിയിട്ടുള്ളത് കുറവാണ്. ഇലക്ട്രൽ ബോണ്ട് നിയമപരമായിട്ടുള്ള കാര്യമാണ്. അത് അഴിമതിരഹിതമായ ഒരു ഭരണവും അഴിമതിരഹിതമായ തെരഞ്ഞെടുപ്പും അഴിമതിരഹിതമായ പദ്ധതികളും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം വികസന വിപ്ലവം ഭാരതത്തിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് മോഡി. അതിൽ യാതൊരു സംശയവുമില്ല. ലോകരാഷ്ട്രങ്ങളിൽ ലോക ഗുരുസ്ഥാനത്തേക്ക് ഭാരതത്തിനെ കൈപിടിച്ചുയർത്തുവാൻ മോദിക്ക് കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളിലും നേതൃത്വപരമായ പങ്ക് വഹിക്കുവാൻ അതിന് മോദിക്ക് സാധിച്ചു. സെസ്സിന്റെ കാര്യം ചോദിച്ചല്ലോ, ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു, അതിനുള്ള മറുപടി എന്താണ്? ഞങ്ങള് 3 പേരിൽ വളരെ കുറച്ച് സമയം മാത്രം കിട്ടിയ ഒരാളാണ് ഞാൻ. അല്ലല്ല, താങ്കൾക്ക് കിട്ടും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ കേരളീയരാണല്ലോ. ഈ വർക്കലയിൽ നിന്ന് ഒട്ടനവധി പ്രവാസികൾ പുറത്തുപോയി പണിയെടുക്കുകയും ഇന്ത്യ ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് വളരെ വിലപ്പെട്ട വിദേശ നാണ്യം അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഇന്ത്യൻ രൂപയായിട്ടാണ്. മഹാത്മാഗാന്ധിയുടെ പടമുള്ളത് കൊണ്ട് അതിന് വലിയ വിലയുണ്ടെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ പ്രവാസികൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെയാണ് അവർ കുറ്റം പറയുക. പെട്രോളിന്റെ വില വർധനവിനെ പറ്റി ചോദിച്ചാൽ അവർ മറ്റുള്ളവരെയാണ് കുറ്റം പറയുക. ഞാൻ അതിലേക്ക് വരികയാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് നേരത്തെ തന്നെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്ന 20-ലധികം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റുകളുടെ തലയിലേക്ക് കൂടുതൽ ഭാരം കെട്ടിയേൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ പേര് മാറ്റി, നമുക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത അതിന് സംസ്കൃതീകരണം പോലെയെല്ലാം, ജസ്റ്റ് ലൈക്ക് എ സാൻസ്ക്രിറ്റൈസേഷൻ, ഹിന്ദി പദങ്ങളായി ഇതെല്ലാം മാറ്റി. ICDS ഉൾപ്പെടെ പലതിൻ്റെ കാര്യം. ഇന്ത്യയിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിത ആയുസ്സുള്ള സംസ്ഥാനം ഏത്? ആറ്റിങ്ങിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ഇതേ വർത്തമാനം നടന്നതാണ്. അദ്ദേഹത്തിന് അന്ന് മനസ്സിലായില്ല, അതാണ് ഇന്നിപ്പോൾ വീണ്ടും ചോദിച്ചത്. ഇന്ത്യയിൽ സ്ത്രീകളുടെ പ്രതീക്ഷിത ആയുസിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് ഈ കേരളത്തിലെ സ്ത്രീകളുടെ പ്രതീക്ഷിത ആയുസ്. പുരുഷന്മാരുടെ പ്രതീക്ഷിത ആയുസിനേക്കാൾ അഖിലേന്ത്യാ ശരാശരിയേക്കാൾ 10 വയസ്സ് കൂടുതലാണ് കേരളത്തിൽ. തീരുന്നില്ല. ഇവിടെ ശിശുമരണ നിരക്ക്, അതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വിറകഷ്ണം വേണോ അതല്ല വിഗ്രഹം വേണോ? ശരി, താങ്കളുടെ നേതാവ് പീതാംബര കുറുപ്പിന്റെ ചോദ്യമാണ്, വിറകഷ്ണം വേണോ അതല്ല വിഗ്രഹം വേണോ? അപ്പൊ ഞാൻ അതിലേക്കാണ് വരുന്നത്. ആ സെസ് 62 ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനടക്കം ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന അർഹമായ വിഹിതം ഇത് ഇപ്പോൾ മാത്രമല്ല പ്രളയത്തിൽ നിങ്ങളെല്ലാം എന്തുകൊണ്ട് മുങ്ങിച്ചത്തില്ല എന്നാണ് ഉത്തരേന്ത്യയിൽ നിന്ന് പാളത്താറെടുത്ത ഗോസായിമാര് ചോദിച്ചത്. ഈ വിദേശത്ത് നിന്നടക്കം കേരളത്തിന് സഹായം ലഭ്യമാകുന്ന അവസരത്തിൽ ചെയ്യരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞ താടിക്കാരനെയും കന്നടക്കാരനെയും മറന്നു പോകരുത് നിങ്ങളാരും. അവിടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് എല്ലാം വരട്ടെ എവിടെ? ഗുജറാത്തിലേക്ക്. ഇവിടെ കേരളത്തെ പഠിപ്പിക്കാൻ വരികയാണ്. ആരാ പഠിപ്പിക്കാൻ വരുന്നത്? ഒരു വിധത്തിലുള്ള മനുഷ്യന്റെ ഇടയിൽ അത്തരത്തിലുള്ള വർഗീയ സ്പർദ്ധ ഇല്ലാത്തൊരു നാട്ടിൽ നമ്മളെ പഠിപ്പിക്കാൻ വരികയാണ്. ഞാൻ എൻ്റെ തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ ഞങ്ങൾ LDF UDF തമ്മിൽ തർക്കമുണ്ട്. 1980 അത് രൂപീകരിച്ച കാലം മുതൽ LDF UDF തമ്മിൽ തർക്കമുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ്
ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടുന്ന കോൺഗ്രസ് ED കാണിച്ചാൽ പേടിക്കും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കാണിച്ചാൽ പേടിക്കും, CBI കാണിച്ചാൽ പേടിക്കും, ഇന്റലിജൻസ് ബ്യൂറോയെ കാണിച്ചാൽ പേടിക്കും. ശരി, 12 മുൻ മുഖ്യമന്ത്രിമാരടക്കം വിളിച്ചു പറഞ്ഞല്ലോ എന്തുകൊണ്ടാ പോയതെന്ന് എന്നുള്ളതിനെ പറ്റി. ശരി, ശരി, ആ പേടി ഞങ്ങൾക്കില്ല. ഞാനേ ശരി. ഈ സെസ്സിന്റെ കാര്യം ചുരുക്കി നമുക്കൊരു ഇടവേള എടുക്കണം. സെസ് പിരിച്ചു, അത് ഈ നാട്ടിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് തന്നെയാണ് അത് വിനിയോഗിക്കുന്നത്, ഒരു തർക്കവും വേണ്ട. കിഫ്ബി ഉണ്ട്. ഇവിടെ ഒരു കാര്യം അല്ല, പിന്നെ അല്ല, മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ പ്ലീസ്. അല്ല, ഞങ്ങൾ തമ്മിലില്ലാത്ത തർക്കം നിങ്ങൾ തമ്മിൽ വേണോ? ലൈവ് ഇലക്ഷൻ ഡിബേറ്റ് ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന പരിപാടിയിലേക്ക് നമ്മൾ ഇന്ന് സംവാദം നടത്തുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ്, വർക്കല ക്ലിഫിൽ നിന്നുകൊണ്ടാണ് ഈ തത്സമയ സംവാദം. ഞാൻ വോട്ടർമാരിലേക്ക് പോകുന്നു. അവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഈ ഗ്യാസിന്റെ വില, പെട്രോളിന്റെ വില, ഇതിലൊന്നും ഒരു അതൃപ്തിയും ഇല്ല എന്നാണ് നേരത്തെ സംസാരിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പറഞ്ഞു, എന്താണ് ചോദ്യം? ആരോടാണ്? അല്ലല്ലോ, ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ. താങ്കൾക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾ പറയുന്ന ആൻസറുകൾ താങ്കൾക്ക് ശരിയായതുകൊണ്ട് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതാണ് താങ്കളൊക്കെ ഒന്ന് സമാധാനത്തോടെ പറയുന്നത്. ചോദ്യം ചോദിക്കൂ. ഇല്ല, അവരുടെ അലമുറ കേൾക്കില്ല, മൈക്കില്ലാത്തോണ്ട് ഓണേറ് പോവില്ല. ചോദ്യം ചോദിക്കൂ. ആരോടാണ് ചോദ്യം? ഇവിടുത്തെ LDF UDF പ്രതിനിധികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് ഒരു ഇന്ത്യ മുന്നണിയാണ്. തുടക്കത്തിൽ തന്നെ അവരതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതിലത് ഇപ്പൊ കേരളത്തിനകത്തും ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ മാറി ചോദ്യം എന്താണ്? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ചോദ്യം വേണ്ടേ? ഇവിടെ LDFന്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു MLA ഉണ്ട്, UDFന്റെ പ്രതിനിധിയായിട്ട് ഒരു MP ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സമ്പത്ത് മുൻ MP പറയുണ്ടാക്കി ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണാണ്, സത്യമാണ്. ഇവിടെ അതിനോടൊപ്പം തന്നെ ജനാർദ്ദന സ്വാമിയുടെ പാദസ്പർശമേറ്റ മണ്ണാണ്. ഇത് രണ്ടും നമുക്ക് വർക്കലയെ കൊടുമുടിയിലെത്തിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ വളരെ വാസ്തവമാണ് പറഞ്ഞത്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് വികസന പ്രവർത്തനമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഈ മണ്ണിൽ ഉണ്ടാക്കിയത്? ജനാർദ്ദന സ്വാമിയുടെ പാദസ്പർശമേറ്റ ഈ കുന്നുകൾ, പൈതൃകമായിട്ടുള്ള കുന്നുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വികസനമാണ് MLA MP ചെയ്തിട്ടുള്ളത്? അടുത്തത് ഈ ചോദ്യം സമ്പത്തിനോട് രണ്ടുപേരോടുമാണ് ചോദ്യം. ശരി, ഒരു ചോദ്യം കൂടി. ശരി, ചുരുക്കി പറയണം. ഒരാൾക്ക് മാത്രം അങ്ങനെ. ശരി. 170 കോടി രൂപയോളം B. മുരളീധരൻ എന്ത് ചെയ്തതിന്റെ അർത്ഥമാണ് ഞാൻ പറയാൻ പോകുന്നത്. 170 കോടിയോളം രൂപ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷന് അദ്ദേഹത്തിന്റെ റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ യാത്രയിൽ പൂർത്തീകരിച്ചു. അല്ലേ? ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് നമുക്ക് കാണാൻ പോലും സാധിച്ചിട്ടില്ല. പറയട്ടെ. സംസാരിച്ചോളൂ. ചേട്ടാ, മൈക്ക് അടുപ്പിച്ച് വെച്ച് സംസാരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കേൾക്കണ്ടേ? ഞാൻ പറയുന്ന ചോദ്യം ചോദിക്കട്ടെ. ഇതെന്തിനാണ് നിങ്ങൾ ഈ ചർച്ച ഇങ്ങനെ തടസ്സപ്പെടുത്തരുത്? ചോദ്യം. ഇവിടെ നമ്മുടെ MP ഞാൻ ഈ മത്സരത്തിന്റെ MP ഇവിടെ നിലവിൽ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ ഹൈമാക്സിന്റെ പേര് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പോട്ടെ, ഇവിടെ നിലവിലൊരു MLA ഉണ്ട്. അദ്ദേഹം നേരത്തെ ചോദിച്ചു, കേന്ദ്ര സർക്കാർ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നമ്മുടെ കോവിഡ് സമയത്ത് ബഹുമാനപ്പെട്ട MLA ജോയ് പറയുണ്ടായി, പ്രവാസികൾ ഇങ്ങ് വന്നാൽ മതി, ഇവിടെ എല്ലാ സംരംഭങ്ങളും റെഡിയാണെന്ന്. കായൽപ്പുറത്ത് കുറേയേറെ പ്രോപ്പർട്ടി മേടിച്ചൊക്കെ കളഞ്ഞിരിക്കുകയാണ്. ബാക്കി അവിടെ എന്ത് സംരംഭമാണ് നിങ്ങൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട്. നിങ്ങൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അവിടെ 13 കോടിയോളം രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ പറയാറുന്ന പോയിന്റ് പറഞ്ഞു. 13 കോടി രൂപ വർക്കല തൊട്ടപ്പുറത്തുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന് വേണ്ടി MPയുടെ പേര് അടൂർ പ്രകാശ് എന്നാണ്. ഒരു സംശയമില്ല. അടൂർ പ്രകാശ് നൽകിയ പദ്ധതിയുടെ
ചേച്ചി അത് പറഞ്ഞിരുന്നു. ശരി, ഇനി മറുപടിയിലേക്ക് അല്ലല്ല, അങ്ങനെ ഒരാൾക്ക് തന്നെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റില്ല. മറുപടി കേൾക്കണ്ടേ? മറുപടി. പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ ഫണ്ട് അത് ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെയും നാവായിക്കുള്ള ESI അടക്കം ആറ്റിങ്ങൽ ബൈപ്പാസ് അടക്കമുള്ള വലിയ പദ്ധതികൾ ISRO എന്താ ആറ്റിങ്ങൽ ബൈപ്പാസ് ഇല്ലേ? ഇവിടത്തെ ഇടതുപക്ഷ എനിക്ക് സമയം. ആറ്റിങ്ങൽ ബൈപ്പാസ് NH66 എന്താ ശ്രീ ഞാൻ പറയാം. അസഹിഷ്ണുത പാടില്ല. ഇവിടെ കഴിഞ്ഞ 1-2 ചർച്ചയില് ശ്രീ സമ്പത്ത് പറഞ്ഞു ഇവിടെ ആറ്റിങ്ങൽ ബൈപ്പാസേ ഇല്ലാന്ന്. അവസാനം കഴിഞ്ഞ ചർച്ചയിൽ നിതിൻ ഗഡ്കരി ആറ്റിങ്ങൽ ബൈപ്പാസിനെ കുറിച്ച് അടൂർ പ്രകാശ് എഴുതിയ കത്ത് കണ്ടപ്പോഴത്തേക്കും ഞാൻ പറയട്ടെ, അതിനുള്ള മറുപടി പറയാം. കേക്കട്ടെ. പിന്നെ ഒരു MP ചോദിച്ചാ ചേച്ചി മന്ത്രി കത്ത് കൊടുക്കണ്ടേ? MP ചോദിച്ചാ മന്ത്രി കത്ത് കൊടുക്കണ്ടേ? അടൂർ ഡിയർ ശ്രീ അടൂർ പ്രകാശ് ജി, നിങ്ങൾ ഉന്നയിച്ച കാര്യം റൂൾ 377 ഞാൻ പരിശോധിച്ചു. അതുകൊണ്ട് ആറ്റിങ്ങൽ ബൈപ്പാസ് NH66 എന്നുള്ളത് പ്രയോറിറ്റിയാണ്. 3A നോട്ടിഫിക്കേഷൻ ഇതിന് മുമ്പുള്ള MP 3A നോട്ടിഫിക്കേഷൻ ഒന്നും ചെയ്യാതെ 3D നോട്ടിഫിക്കേഷൻ വരാതെ അതിനുശേഷം ആദ്യം MP ആയതിനു ശേഷം 1 വർഷം പ്രവർത്തിച്ച് 2020 3D നോട്ടിഫിക്കേഷൻ വന്ന് ഇന്ന് ആ ബൈപ്പാസ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന് 100% ക്രെഡിറ്റും അടൂർ പ്രകാശിന് തന്നെയാണ്. കേന്ദ്രത്തിന്റെ 100% ക്രെഡിറ്റും നാവായിക്കുളത്തായി 20 വർഷമായി നടക്കാതിരുന്ന ESI സെന്റർ 15 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം അടൂർ പ്രകാശ് തന്നെയാണ്. ഒരു സംശയം. ശരി, ESI സെന്ററിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ പ്ലീസ് അതേ മറുപടി പറയട്ടെ. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേട്ടല്ലോ. അപ്പോ നിങ്ങൾക്കെല്ലാം ആ ഒരു ക്ഷമാശക്തി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ ഇതേ നിതിൻ ഗഡ്കരി മറുപടി പറയട്ടെ പ്ലീസ്. നിതിൻ ഗഡ്കരി നിങ്ങളുടെ പാർലമെന്റ് അംഗമായി 17ാം ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ അയച്ച കത്താണ് ഈ കത്ത്. ഞാനാണ്, അതുകൊണ്ട് എന്നെ തന്നെയാണ് ഒരുത്തനെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ തന്നെ ഒരുത്തനെന്ന് ആ ഒരുത്തൻ ഞാൻ തന്നെയാണ്. വേറെ ആരും വിചാരിക്കേണ്ട. ഞാൻ എന്നെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ തന്നെയാണ്. ജൂൺ മാസം 14-ാം തീയതി 2018 ആണ്ട് ജൂൺ മാസം 14-ാം തീയതി 2018 ആണ്ട് ഈ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചിരുന്ന ആ ആളിൻ്റെ പേര് സമ്പത്ത് എന്ന് തന്നെയാണല്ലോ. ഇത് സംബന്ധിച്ച് ശ്രീ നിതിൻ ഗഡ്കരി കത്തയക്കുകയാണെങ്കിൽ അന്നെന്തായാലും എനിക്കാണല്ലോ കത്തയക്കുക. ഇവിടെ ഈ കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഇത്തരത്തിൽ പുതിയ നാഷണൽ ഹൈവേ 66 നിർമ്മിക്കുന്നതിന് കിഫ്ബിയിൽ നിന്ന് 5480 കോടി രൂപ കൊടുക്കേണ്ടി വന്നത് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിന് മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റ് കപ്പം പിരിക്കുകയാണ് കേരളത്തിൽ നിന്ന്. എന്നാണ് പുതിയ നാഷണൽ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള 2 ചർച്ചകളിൽ ഞാൻ അവർക്കൊരു മറുപടി കൂടെ കൊടുത്തു. UDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ പേരറിയാമോ? ആരാണിത് മുടക്കിയത് എന്നുള്ളതിനെ പറ്റി. തമ്മിലുള്ള തർക്കം കേരളത്തിലെ സ്പീക്കർ ആരായിരുന്നു എന്നുള്ളതും അറിയാമല്ലോ. ഇദ്ദേഹം MP ആയിരുന്ന 2019 വരെ താങ്കൾ MP ആയിരുന്നു. ഇവിടെ 2016 മുതൽ LDF സർക്കാർ. അപ്പോൾ അതാരും തടസ്സപ്പെടുത്തി. LDF ഭരണത്തിൽ ശ്രീ സമ്പത്തിന് LDF ഭരണത്തിൽ ശ്രീ സമ്പത്തിന് 2016 മുതൽ 19 വരെ ചെയ്യാൻ കഴിയാത്ത കാര്യം ശ്രീ അടൂർ പ്രകാശ് ഇവരുടെ സർക്കാർ ചെയ്തു. ഞാനെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ആളും ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോട് പരാജയപ്പെട്ട ആളായതുകൊണ്ട് ഞാനൊരു വ്യക്തിപരമായ പരാമർശം നടത്തുന്നില്ല. എൻ്റെ ദൗർബല്യമായത് കാണണ്ട. ഞാൻ അത്തരത്തിൽ മത്സരിച്ച ആളും ഞാൻ പരാജയപ്പെട്ട ആളുമാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇപ്പൊ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ വ്യക്തിപരമായ ഒരു പരാമർശം നടത്തുന്നില്ല. എൻ്റെ ദൗർബല്യമായ ആരും കാണണ്ട. ഇത് രാഷ്ട്രീയമാണ്. ആരെയും വല്ലാതെ അങ്ങ് പ്രകീർത്തിക്കണ്ട. ആരെയും അങ്ങനെ വല്ലാതെ പ്രകീർത്തിച്ച് തലയിലേക്ക് തൊപ്പി വെച്ചു കൊടുക്കണ്ട. ഇവിടെ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നാരും പറയുന്നുമില്ല. LDF ഗവൺമെന്റിന്റെ കാലത്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് ആരും പറയണ്ട.
UDF ഗവൺമെന്റിന്റെ കാലത്തും ഒരു വികസന പ്രവർത്തനവും നടന്നില്ല എന്ന് ആരും പറയണ്ട. ഈ കേരളമായതും ഇന്ത്യ ആയതും കാലാകാലങ്ങളിൽ മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകൾ, ഭരണാധികാരികൾ ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അല്ലാതെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതൊന്നും അല്ല. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങൾക്ക് മുമ്പേ അതെല്ലാം ശൂന്യതയും ഞങ്ങൾക്ക് പിന്നീട് പ്രളയവുമാണെന്നൊക്കെ തോന്നിപ്പോവും. ഇവിടെ വർക്കലയിൽ ഒരു റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് ഉണ്ടല്ലേ, വയസ്സ് 28 കാണൂല. 1996 രാംവിലാസ് പാസ്വാൻ അത് അനുവദിച്ചു തന്നു. അന്ന് പാർലമെന്റ് അംഗമായിരുന്നു, ചിറയൻകീഴിന്റെ ലോക്സഭാ അംഗം ഞാനായിരുന്നു. പൂർത്തീകരിച്ച വർക്കല രാധാകൃഷ്ണന്റെ കാലത്ത് ഇവിടെ ഒരു റെയിൽവേയുടെ റിസർവേഷൻ സെന്റർ ഉണ്ട്. ആ റെയിൽവേ റിസർവേഷൻ സെന്ററിന്റെ പണി തുടങ്ങിയതും പൂർത്തീകരിച്ചതും ഈ ഉള്ളവന്റെ കാലത്ത് തന്നെയാണ് അതെല്ലാം ചെയ്തത്. ഒന്നും ആരും ചെയ്തില്ല എന്ന് പറയണ്ട. ഒറ്റ സെക്കൻഡ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്ത് തലം വരെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ കോടുന്ന ആംബുലൻസ് ഉള്ള ഇന്ത്യയിൽ ആദ്യത്തെ മണ്ഡലം അത് ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലമാണ്. നമ്മുടെയൊക്കെ വീട്ടുകളിലെ കിടപ്പ് രോഗികളുണ്ട്. രാഷ്ട്രീയം നോക്കിയല്ല വരുന്നത്. ശരി. അപ്പോൾ എനിക്കൊരു ചോദ്യം താങ്കളോട് ചോദിക്കാനുണ്ട്. അതായത് ഞാൻ അങ്ങോട്ടേക്ക് എത്താം. എനിക്കൊരു ചോദ്യം ഉള്ളത്, ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കേന്ദ്രങ്ങളെ പോലെ ഞെട്ടിച്ചെന്ന തരത്തിലേക്ക് 2.5 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത് ഒരു വലിയ നേട്ടമാണ്. അത് വ്യക്തിപരമായി അവർക്ക് കിട്ടുന്ന വോട്ടുകൾ എന്നൊക്കെ അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറഞ്ഞ ഒരു ഭൂരിപക്ഷം എന്തായാലും വോട്ടുകൾ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിൽ കുറഞ്ഞു പോവുക എന്നുള്ളത് വലിയ നാണക്കേടാണ്. അപ്പം നിങ്ങൾ എന്താണ് ഈ വികസനത്തിന്റെ കാര്യം, നിങ്ങൾ ഈ മുഴുവൻ വികസനവും നിങ്ങളുടെ ക്രെഡിറ്റിലാക്കിക്കൊണ്ടുള്ള ഒരു തരം പ്രചാരണമാണോ നിങ്ങളുടെ? അങ്ങനെ ആക്കേണ്ട കാര്യമില്ല, അത് വാസ്തവമാണല്ലോ. കാരണം ഇപ്പൊ ഇവിടെ തർക്കം നടന്നത് ബഹുമാനരായ ശ്രീ സമ്പത്ജിയും ശബരിനാഥ്ജിയും അവർ രണ്ടുപേരും തർക്കിച്ചത് ഏത് വിഷയത്തിലാണ്? ഏത് വിഷയത്തിലാണ്? ആ വിഷയം എന്ന് പറഞ്ഞാല് ആ വിഷയം ഞാൻ പറഞ്ഞാൽ കാര്യമുണ്ട്. കാരണം ചിലപ്പോ എനിക്ക് ജി എന്ന് വിളിച്ച് ഇവരോട് സഹകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ വിളിച്ചു തുടങ്ങിയത്. അല്ല, ഇവര് രണ്ടുപേരും പറഞ്ഞ് തർക്കിച്ചത് INDI മുന്നണിയുടെ ഭാഗമാണ്. ഒരേ മുന്നണിയുടെ 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കിച്ചത് ഹൈവേ വികസനത്തിനെ സംബന്ധിച്ചാണ്. ഈ ഹൈവേ വികസനം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യത്ത് ആകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ആറ്റിങ്ങൽ വന്ന ബൈപ്പാസിലെ വല്ലാതെ മേഡം കഴിഞ്ഞതിന് 80,000 വോട്ട് പിടിച്ച ഞങ്ങള് അതിന്റെ അടുത്ത ഇലക്ഷനിൽ 2.5 ലക്ഷം വോട്ട് പിടിച്ചു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരേ ഇരട്ടിയും കൂടെ പിടിച്ചുകൊണ്ട് V മുരളീധരൻ ഇവിടെ വിജയിക്കാൻ പോവുകയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഉള്ള ജനങ്ങള് ഇപ്പൊ നമുക്കറിയാം, ഈ നാട് 1956 കേരളം രൂപീകരിക്കുമ്പോൾ കേരളത്തിന്റെ ആസ്തി 5000 കോടിയായിരുന്നു. യാതൊരു കടവുമില്ലായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുകടം. ഇപ്പൊ പറയുന്ന ഏത് പോക്കറ്റിൽ നിന്നാണ് ആ വോട്ട് ചോരുക? അല്ല, അത് നമുക്ക് വരാൻ പോകുന്ന വോട്ട് നല്ലവരായ CPM സുഹൃത്തുക്കളെയും കോൺഗ്രസ് സുഹൃത്തുക്കളെയും വോട്ടാണ് BJPക്ക് വരാനായിട്ട് പോകുന്നത്. യാതൊരു സംശയമില്ല. വെൽക്കം ബാക്ക് 24 ലൈവ് ഇലക്ഷൻ ഡിബേറ്റ്. ഇവിടെ രാഷ്ട്രീയം പറയാം. നമ്മൾ ഇന്ന് രാഷ്ട്രീയം പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ്, വർക്കല ക്ലിഫിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തത്സമയ സംവാദ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഞാൻ തിരികെ വോട്ടർമാരിലേക്ക് പോകുന്ന ഞാൻ അങ്ങോട്ടേക്ക് എത്താം. യുവാക്കളുടെ പ്രതിനിധി ഇവിടെയുണ്ട്. താങ്കൾക്ക് ആരോടാണ് ചോദ്യം? ശ്രീ ബാലമുരളിയോടാണ്. അടുപ്പിച്ചു വെച്ചു. അതായത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിൽ ഭരണം നടത്തിയിട്ട് ഈ ഇന്ത്യയിലെ 20 കോടി യുവാക്കൾക്ക് എത്ര തൊഴിലവസരങ്ങൾ നൽകി? ഒന്നാമത്തെ ചോദ്യം. 2, ഇന്ത്യൻ റെയിൽവേ എത്ര ലക്ഷം തൊഴിലവസരങ്ങൾ നികത്താതെ കിടക്കുന്നു? എത്ര ലക്ഷം തൊഴിലവസരങ്ങൾ ഇനി നിങ്ങൾ നികത്താനുണ്ട്? 3.5 ലക്ഷത്തോളം തൊഴിൽ നൽകാനുണ്ട്. ഇതുവരെ ആർക്കും നിയമനമായിട്ടില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇന്ത്യയിൽ 22ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. വിറ്റ് കഴിഞ്ഞു, ഇനി വിൽക്കാനുണ്ട്. അതേ സ്ഥാനം കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 അധികാരത്തിൽ വരുമ്പോൾ 8 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭത്തിലുണ്ടായിരുന്നത്. അത് ഇന്ന് 2023 57 പൊതുമേഖലാ ബാക്കി പറയാൻ അനുവദിക്കണം. 2023 ആയപ്പോഴേക്ക് 57 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുവാനും 40 കോടി എന്ന ലാഭത്തിൽ നിന്ന് 880 കോടി എന്ന ലാഭത്തിലേക്ക് വരുവാനും 2800 കോടി വിറ്റുവരവെന്നത് 40,774 കോടി വിറ്റുവരവിലേക്ക് വരാനും 7000 കോടിയോളം രൂപ ഖജനാവിലേക്ക് നികുതി പണമായിട്ട് നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇത് നടക്കുമ്പോൾ കേന്ദ്രത്തില് 22ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലച്ചു.
ബാക്കിയുള്ളവ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ശരി. നിങ്ങൾ എയർപോർട്ടുകൾ വിറ്റു തുലച്ചു. ആ. ഇനി റെയിൽവേ സ്റ്റേഷൻ, വർക്കല റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. അതുപോലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ എന്ന് വിൽക്കും? മോദിയുടെ ഗ്യാരണ്ടി കിതറേ. ഓക്കെ മറുപടി. തൊഴിലില്ലായ്മ പ്രശ്നത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം പെയ്ത പെരുമഴയിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ്, ആ പാവപ്പെട്ട ചെറുപ്പക്കാര് ആ പെരുമഴയത്ത് അവർ നടത്തിയ ശയന പ്രദർശനം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെയുള്ളവരാണ് ഈ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞ തെറ്റായ വിവരങ്ങൾ ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ഭാരതത്തിലെ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പരിഹാരമാണ് അതിന് പറഞ്ഞിട്ടുണ്ട്. 20 ലക്ഷം രൂപയാക്കിക്കൊണ്ട് മുദ്രാ ലോൺ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരും സംരംഭകരുടെയും വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പെൻഷനുകളുമായിട്ട് ക്ഷേമ പദ്ധതികളുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അല്ല, എത്ര കണക്കുണ്ടോ എന്നാണ് ചോദ്യം. എത്ര യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തു ഇന്ത്യൻ റെയിൽവേ? അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പട്ടാളത്തിലെ ജോലി പോലും ടെമ്പററി ആക്കി. എല്ലാ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയിട്ട് നിങ്ങളെ പാർട്ടി ക്ലാസ്സിൽ തന്ന വിവരം തെറ്റാണെന്ന് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ സംഭവത്തിന്റെ ആദ്യം പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സർക്കാർ സ്ഥാപനങ്ങളിലെയും ജോലിയല്ല വരുമാനം വർദ്ധിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ മുദ്രാ ലോൺ ഏറ്റവും വലിയ പദ്ധതിയാണ്. മുദ്രാ ലോൺ 20 ലക്ഷം രൂപയായിട്ട് മുദ്രാ ലോൺ പദ്ധതി സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരെല്ലാം വിദേശത്ത് പോവുകയാണ്. അല്ല, ആർക്കും ജോലി ഇവിടെ കേരളത്തിന്റെ അവസ്ഥ ശരിയാണ്. കേരളത്തിന്റെ അവസ്ഥ വാസ്തവം തന്നെയാണ്, ഒരു സംശയം വേണ്ട. കേരളത്തിലെ യുവാക്കള് കേരളത്തിലെ യുവാക്കൾ വിദേശത്ത് പോവുകയാണ്. കേരളത്തിൽ ജോലിയില്ല. സത്യം തന്നെയാണ്. ചോദ്യം എന്താണ്? ഒരു പ്രവാസി എന്ന നിലയിൽ പ്രവാസിയുടെ ചോദ്യമാണ്. ആദ്യമായി അടൂർ പ്രകാശ് എംപിക്ക് ആശംസ അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കണം. വേറെ ഒന്നുമല്ല, കൊറോണ കാലഘട്ടത്തിൽ പ്രവാസികൾ വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് പ്രവാസികൾക്ക് താങ്ങും തണലുമായി വന്ന ഒരു വ്യക്തിയാണ് അടൂർ പ്രകാശ്. ആയിരക്കണക്കിന് പ്രവാസികളെ ഇവിടെ എത്തിക്കുന്നതിന് അടൂർ പ്രകാശ് നേതൃത്വം നൽകിയെന്ന കാര്യം കൂടി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം LDF-നോടും BJP-യോടും ചോദിക്കാനൊരു ചോദ്യം. ഈ രണ്ട് ഗവൺമെന്റും എന്ത് സഹായമാണ് ചെയ്തത്? തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് പുനരധിവാസം എന്ന നിലയിൽ എന്താണ് ചെയ്തത്? 2016 പിണറായി വിജയൻ ദുബായിൽ വന്നുകൊണ്ട് പ്രസംഗിച്ചുണ്ടായിരുന്നു തൊഴിൽ നഷ്ട സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട്. ആ തൊഴിൽ നഷ്ട സുരക്ഷയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് 6 മാസം സാലറി സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇവിടുത്തെ സമ്പത്ത് മുൻ എംപിക്ക് പറയാനുണ്ടോ? പുനരധിവാസം എന്നതിനെ കുറിച്ച് ഇവിടെ എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരുവിധമായ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുവന്ന ആറ്റിങ്ങൽ കെയർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുവന്ന MP-യാണ് അടൂർ പ്രകാശ്. എന്നിട്ടാണ് അത് രാഷ്ട്രീയമില്ല, എനിക്കറിയാം. ആരിനടക്കുള്ള CPM ഫ്ലൈറ്റ് ശ്രീ എ സമ്പത്തിനോട് ചോദ്യം ചോദിച്ചല്ലോ, അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ എ സമ്പത്തിനോടുള്ള ചോദ്യമാണ്. നിങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സമ്പത്ത് മറുപടി പറയട്ടെ. പറയൂ. ഇപ്പൊ ഈ പ്രവാസികൾക്ക് വേണ്ടിയുള്ള പാക്കേജ്, പുനരധിവാസ പാക്കേജ്, അതിലെന്താണ് ചെയ്തത്? ഒരു വാഗ്ദാനമായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രം വർത്തമാനം പറയുന്ന നിലയിലാണെങ്കിൽ ഞാൻ പറയാം. ഇവരെല്ലാവരും മൈക്ക് കെട്ടി വെച്ച് വർത്തമാനം പറയുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത ഇല്ലാത്ത നിലയിലേക്ക് ആരെങ്കിലും സഹോദരന്മാര് വന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല.
അത് ഈ സമീപകാലത്ത് BJP-ക്കാരിൽ നിന്ന് പടർന്നു പിടിച്ചിട്ടുള്ള ഒരു അസുഖമാണ് ഈ അസഹിഷ്ണുത എന്നുള്ളത്. അത് ചില കോൺഗ്രസ്സുകാർക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ അവരോട് മൈക്കിനോട് അസഹിഷ്ണുത ആൾക്കാരാണ് പറയുന്നത്. ഈ കാര്യത്തെ പറ്റി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ മൈക്ക് വെക്കാൻ പേടിയാ. മൈക്ക് ഓഫീസർ പറഞ്ഞത് എന്നാൽ അസഹിഷ്ണുത കോൺഗ്രസിനെ പഠിപ്പിക്കില്ല. ഏറ്റവും സഹിഷ്ണുതയുള്ളത് കോൺഗ്രസ്സുകാർക്കാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ നിഷ്കാസനം ചെയ്ത് നാഥുറാം വിനായക ഗോഡ്സെ അവരോധിക്കുമ്പോഴും അവർക്ക് സഹിഷ്ണുതയാണ്. ശരി, ആ ചോദ്യത്തിനുള്ള മറുപടി സാർ. എടുത്തു മാറ്റി ഗോഡ്സെയുടെ പടം വെച്ചാലും അവർക്ക് സഹിഷ്ണുതയാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി അല്ല, ചോദ്യത്തിനുള്ള മറുപടി അല്ല, പ്ലീസ് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കൂ. ഇതെന്താണ്? മറുപടി പറയൂ സാർ, മറുപടി പറയൂ. അല്ല, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയാൽ മതി. എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ പുതിയോഗം ഉണ്ട്. എന്റെ തൊണ്ട അങ്ങനെ തീർക്കാൻ പറ്റില്ല. അല്ല സാർ, മറുപടി പറയൂ. ദയവേത് സഹകരിക്കൂ പ്ലീസ്. മറുപടി കേട്ടിട്ട് പോയാൽ മതി. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പുതുതായി ഇങ്ങ് വന്നല്ലോ ഞാൻ ഇങ്ങോട്ട്. ഇവിടെ അതെ, നാത്തോനെ ഒന്ന് കേക്ക്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രവാസികാര്യ വകുപ്പ് ഒരു സംസ്ഥാനത്ത് രൂപീകരിച്ചു. ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേര് VK നായനാർ എന്നാണ്. അന്ന് പല ആളുകളും ആ മനുഷ്യനെ കളിയാക്കി റോഡിൽ അദ്ദേഹത്തെ തെറി വിളിച്ചു. അത് പറയുകയാണ് അത് ശരിയെന്ന്. 45 രൂപയുടെ പെൻഷൻ കൊടുത്ത കാലത്ത് സഖാവ് നായനാരെ തെറി വിളിച്ചത് എന്ത് എന്ന് ഇവർക്ക് ഓർമ്മയില്ലെങ്കിൽ ഇവരുടെ നേതാക്കൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ പെൻഷൻ കൊടുക്കാനായി കേരളം ഇപ്പോൾ അവിടെ കുടിശ്ശിക വരുത്തി എന്നുള്ളതാണ് പരാതി. കൊടുക്കാത്ത സംസ്ഥാനങ്ങൾ നല്ലത്, ഇവിടെ കിട്ടുന്നത് മോശം. മകൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ കെട്ടുതാലി അറ്റു കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലേ എനിക്ക് വേറൊന്നും പറയാനില്ല. ശരി 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 തിരികെ നമ്മൾ ലൈവ് ഇലക്ഷൻ ഡിബേറ്റിലേക്കാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സംവാദം വർക്കല ക്ലിഫിൽ നിന്ന് തുടരും. നമ്മൾ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ സമയം വളരെ കുറവാണ്. നേരത്തെ ശ്രീ എ സമ്പത്ത് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, അതിന് ചുരുക്കിയ ഒരു മറുപടി. അതായത് പ്രവാസി പുനരധിവാസ പാക്കേജ്, അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകും എന്നുള്ള സർക്കാരിന്റെ വാഗ്ദാനം, അതൊന്നും നടപ്പായില്ല. ഇവിടെ സഖാവ് ജോയി അഡ്വക്കേറ്റ് ജോയി ചുറ്റിക്കാരുവാൾ നക്ഷത്ര മലയാളത്തിൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി 18ാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഇവരുൾപ്പെടെ ഇവിടെ ഉന്നയിച്ച വിഷയങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കുകയും ഇവിടെ യൂണിയൻ ഗവൺമെൻറ്റിനെ കൊണ്ട് ആ വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്നതിനും സംസ്ഥാന ഗവൺമെൻറ്റുമായി ഏകോപനം നടത്തുന്നതിനും നിലവിൽ നമ്മുടെ ഇവിടെ MLA ആയിട്ടുള്ള ജോയിക്ക് നിശ്ചയമായും കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ജോയിക്ക് വേണ്ടി ഞാൻ വീണ്ടും വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അവർ ചോദിച്ച ഉത്തരം കേരള നിയമസഭയിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് 6 മാസം പൈസ കൊടുക്കുന്നത്. കേരള നിയമസഭയിൽ തുടർന്ന് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് 6 മാസത്തെ പൈസ കൊടുക്കുന്നത്. സമ്മർദ്ദം ചെലുത്തുന്നതിന് ജോയിയേക്കാൾ കരുത്തനായ ഒരു പാർലമെന്റ് അംഗം ഇല്ല. ഇത് കേരള സർക്കാരാണ്. കേരള സർക്കാരാണ് പ്രവാസികൾക്ക് ശമ്പളം കൊടുക്കാൻ പറഞ്ഞത്. പ്രവാസി ചിട്ടി പറഞ്ഞത് കേരള ഇന്ത്യ ഗവൺമെന്റ് നൽകേണ്ടുന്ന അർഹമായ സാമ്പത്തിക വിഹിതം നൽകുന്നില്ല. കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് തീരുമാനം. ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് പ്രധാനമന്ത്രിയോട് ചോദിച്ചു, ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ 50% തുക നിങ്ങൾ എന്തുകൊണ്ട് നൽകുന്നില്ല? ഇന്ന് 40% തുക പോലും നൽകുന്നില്ല കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക്. അപ്പോഴും അതാണ് മെച്ചമെന്നാണ് ചില സുഹൃത്തുക്കൾക്ക് ധാരണയുണ്ടെങ്കിൽ അതാണ് തിരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ പണിയെടുക്കുന്ന വിഭാഗം ഇന്ത്യ ഗവൺമെന്റ് അവരെ കൊള്ളയടിക്കുകയാണ്, പൊതുമുതൽ കട്ടുമുടിക്കുകയാണ്, അങ്ങനെ അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെടുകയാണ്. അതാണ് ഇലക്ട്രൽ ബോണ്ടിലടക്കം നമ്മൾ കണ്ടത്. സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത്. നമ്മുടെ സമയം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ 2 പാനലിസ്റ്റുകൾക്ക് കൂടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരൊറ്റ വരി നിങ്ങൾ രണ്ടുപേരും ഒരൊറ്റ വരി ചുറ്റികാരിവാൾ നക്ഷത്രത്തിന് പ്ലീസ് പ്ലീസ് നമ്മുടെ ചർച്ച സമയം അവസാനിക്കുന്നു. ഇവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് ഈ ചുറ്റികള അരിവാള് പോവാതിരിക്കാനല്ല. നമുക്ക് ചിഹ്നമുണ്ട്, ചിഹ്നമുണ്ടാവും, നമ്മൾ ഭരിക്കും. ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി, ഈ നാട് രക്ഷിക്കാൻ വേണ്ടി, ഈ നാട്ടിൽ വികസനം നടക്കാൻ വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും കേരള സർക്കാരിൽ നിന്നും മുക്തി കിട്ടുവാൻ വേണ്ടിയും ഇവിടെയുള്ള CPM-കാരും BJP-കാരും അടക്കമുള്ള പാവപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വോട്ട് അടൂർ പ്രകാശിന് കൈപ്പതിനാണ് വിജയിപ്പിക്കണം മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ വൈകാരികമായ വിഷയങ്ങൾ മാത്രം കേരളത്തിൽ ബോധപൂർവം ചർച്ച ചെയ്യുന്ന ഒരു ഇലക്ഷനാണിത്. നാട്ടിലെ ജനങ്ങൾക്കറിയാം യഥാർത്ഥ വികസനം എന്താണ് എന്ന്.
അങ്ങനെ വികസന കുതിപ്പിന് വേണ്ടിയിട്ട് വി മുരളീധരന് താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ നാട് വിജയിപ്പിച്ച് ഈ നാട്ടിൽ യഥാർത്ഥ വികസനം എന്താണ് എന്ന് ആറ്റിങ്ങൽ പാർലമെന്റുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ശരി, അതാണ്. അപ്പൊ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജോയ് കൊണ്ടുവരാൻ അഡ്വക്കേറ്റ് VS ജോയിയെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുമോ? ഒപ്പം തന്നെ അടൂർ പ്രകാശ് അദ്ദേഹം ഈ മണ്ഡലം നിലനിർത്തുമോ? പ്രകാശം പരത്താൻ അദ്ദേഹത്തിന് കഴിയുമോ? ഇനി അതല്ല കേന്ദ്രമന്ത്രിയാകാൻ വി മുരളീധരൻ ഒരിക്കൽ കൂടി എത്തുമോ? ഇതിനൊക്കെയുള്ള ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഇനി തെരഞ്ഞെടുപ്പിന് 12 നാൾ മാത്രം ബാക്കി. ഇവിടെ ചൂടേറിയ പ്രചാരണമാണ് നടക്കുന്നത്. സംവാദം വളരെ ചൂടേറിയതായിരുന്നു. ഒട്ടേറെ പ്രചാരണ വിഷയങ്ങളുമുണ്ട്. ഇപ്പോൾ അത് ഈ സംവാദത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. നാളെ നമ്മൾ തിരുവനന്തപുരം മണ്ഡലത്തിലേക്കാണ്. അവിടെ നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിലാണ് പരിപാടി. വൈകിട്ട് 4 മുതൽ 5 വരെ. ഇന്നത്തെ സംവാദം അവസാനിക്കുന്നു. താങ്ക് യു.